ഹലോ നിമി ലവേഴ്സ്. സോ കുറേ വർഷങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ ചാനലിൽ വീഡിയോ ഇടുന്നത്. സോ അതിൻ്റെ നിങ്ങൾക്കിത് കാണാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഫുള്ള് മിസ്റ്റേക്കാണ് വരുന്നത്. സോ ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സോറിയാണ് പറയാനുള്ളത്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് ഈ ചാനലിൽ വീഡിയോ ഇടാത്തതിന്. സോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ബി ഫ്രാങ്ക് എനിക്ക് മടിയായിരുന്നു. കുറച്ച് ദിവസമായിട്ട് കുറച്ച് വീഡിയോ വരുന്നപ്പോൾ പിന്നെ അങ്ങോട്ട് മടി പിടിച്ച്, പിന്നെ ഫുൾ ടൈം മടിയായി. നാളെ ചെയ്യാൻ മറ്റന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ ഇരുന്ന്. സോ ഗൈസ്, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളെ കുറേ വഞ്ചിച്ചിട്ടുണ്ട്. നാളെടാ മറ്റന്നിടാ വീഡിയോ പറഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, എൻ്റെ വീഡിയോ കാണണോ അതോ കാണണ്ടേ എന്ന്. സോ ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. ഇതൊരു വെറും വാക്കല്ല, നിങ്ങൾക്കിപ്പോൾ എന്നെ വിശ്വാസമില്ല എന്നറിയാം. പക്ഷേ അടുത്ത വീഡിയോ അടുത്ത ദിവസത്തിനുള്ളിൽ ഞാൻ ഇട്ടിരിക്കും. സോ ഇതിൻ്റെ വാക്കാണ്. ഇല്ലെങ്കിൽ ചാനലങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അല്ല അൺസബ്സ്ക്രൈബ് ചെയ്തേക്ക്. സോ ഇപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സോ 82ാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ എൽവ്സും അതുപോലെ ഡാർസും അതുപോലെ ഹ്യൂമൻസും കൂടി നടക്കുന്ന ആ ചർച്ച, എറ്റിസ്റ്റിൽ നടക്കുന്ന ആ ചർച്ച ലൈവായിട്ട് ഒരു സ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നുണ്ട്. സോ ആ സ്ഥലത്തേക്ക് നമ്മുടെ ആർത്തറും അതുപോലെ അവൻ്റെ ഫാമിലി എത്തുന്നുണ്ട്. സോ അപ്പോൾ നമ്മുടെ ആർത്തറിൻ്റെ അനിയത്തി എലീജോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖത്ത് അഴുക്ക് പറ്റിയിട്ടുണ്ട്. ഓ, നീ അത് കണ്ടല്ലേ, സോറി, ഞാനത് മായ്ച്ചു കളയാം. സോ അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു കോണ്ടിനെൻ്റ് ഉണ്ടെന്ന കാര്യം എല്ലാവരും അറിയാൻ പോവുകയാണ്. സോ അവരെല്ലാവരും എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുന്നത്? പക്ഷേ എന്നെ ചിന്തിപ്പിക്കുന്നത് വേറൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഭൂഖണ്ഡം നമ്മുടെ ഭൂഖണ്ഡത്തെ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പല മാനാഭീസ്യത്തിനെയും അയച്ചിട്ട് നമ്മുടെ ഭൂഖണ്ഡത്തെ അവർ നിരീക്ഷിക്കുന്നുണ്ട്. അവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ആ കപ്പലുണ്ടാക്കാനുള്ള പ്ലാന് അവർക്കിപ്പം തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നില്ല. കാരണം അവരിപ്പോൾ ആ കപ്പലുണ്ടാക്കിയിട്ട് ആദ്യം തന്നെ ആ ഭൂഖണ്ഡത്തെ കണ്ടെത്താൻ വേണ്ടി പോവും. അത് നല്ലതിനായിരിക്കുമോ? ഒരു പക്ഷേ അത് നല്ലതിനായിരിക്കാം. കാരണം ആ ഭൂഖണ്ഡത്തിലുള്ള ആൾക്കാർ നമ്മളുടെ ശത്രുക്കളാണെങ്കിൽ നമുക്കാദ്യം തന്നെ അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മുടെ ആർത്തർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, ആർത്തർ, നീ എന്താണ് ചിന്തിക്കുന്നത്? ഒന്നുമില്ല അമ്മ, ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ഓ ശരി ആർത്തർ, എല്ലാ 12 വയസ്സിലുള്ള കുട്ടികളും ചിന്തിക്കുന്ന അതേ കാര്യമാണ് നീയും ചിന്തിക്കുന്നതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കട്ടെ. എല്ലാ അമ്മമാരും അങ്ങനെയാണ് ആർത്തർ. എനിക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് ആശങ്കകളുണ്ട്. പക്ഷേ നിനക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നീ ചെയ്തോ, അതിൽ നിന്നൊന്നും ഞാൻ നിന്നെ തടയില്ല. സോ അപ്പം നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ഇരിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ആശങ്കപ്പെടുന്നുണ്ട്. ഒരു വട്ടം എൻ്റെ അമ്മയോട് എനിക്കൊരു പ്രോമിസ് എടുക്കണം. അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് ഇനി ഒരിക്കലും ആശങ്കപ്പെടണ്ട. പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അമ്മയെ കബളിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. സോ എന്നിട്ട് നമ്മുടെ ആർത്തർ അവൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് അമ്മേ. സോ അങ്ങനെ ആ നിമിഷം എത്തിയിരിക്കുന്നു. അതായത് ഈ 3 വംശങ്ങളും തമ്മിൽ നടക്കുന്ന ആ ചർച്ച ആരംഭിക്കാൻ പോവുകയാണ്. സോ അപ്പോൾ 2 മജീഷ്യന്മാർ അവരുടെ മാജിക് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ക്രീൻ ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ സ്ക്രീൻ വഴിയായിരിക്കും എറ്റിസ്റ്റിൽ നടക്കുന്ന പ്രസംഗം ഇവിടെയുള്ള ആൾക്കാരെ കാണിക്കാൻ പോകുന്നത്. സോ ഈ ലോകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വികസിതമായ ലോകമൊന്നുമല്ല. അതായത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ മാജിക് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ വേറൊരു സ്ഥലത്ത് നടക്കുന്ന സംഭവം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. സോ അങ്ങനെ ആ പരിപാടി അവിടെ ആരംഭിക്കുകയാണ്. സോ ആദ്യം തന്നെ പ്രസംഗിക്കുന്നത് ഹ്യൂമൻ കിങ്ഡത്തിൻ്റെ കിങ് ആയിട്ടുള്ള ബ്ലെയിൻ ഗ്ലൈഡറാണ്. സോ ബ്ലെയിൻ ഗ്ലൈഡർ അവിടെയുള്ള ആൾക്കാരെല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും, അതായത് ഡാർസിനും ഹെൽപ്സിനും ഹ്യൂമൻസിനും എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്ലെയിൻ ഗ്ലൈഡർ. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഹ്യൂമൻ കിങ്ഡത്തിലെ ഒരു കിങ് ആയിട്ടല്ല, മറിച്ച് ഡിക്കാത്തിൻ എന്ന ഭൂഖണ്ഡത്തിലെ ഒരു റെപ്രസെൻറ്റീവ് ആയിട്ടാണ്. നമ്മുടെ 3 രാജ്യങ്ങളിലെയും രാജകുമാരന്മാരും അതുപോലെ റാണിമാരും ഇവിടെ കൂടിച്ചേർന്നിട്ടുണ്ട്. സോ ഇത് പുതിയൊരു കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. ഇതുവരെ എൽവ്സ് നമുക്ക് വെറും ശത്രുക്കൾ മാത്രമായിരുന്നു. അതുപോലെ ഡാർഫ്സ് നമുക്ക് ഒരു ബിസിനസ് പങ്കാളികൾ മാത്രമായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെ ആകരുത്. സോ ഇനി എല്ലാവരും അതൊക്കെ മാറ്റി വയ്ക്കണം. 2 വർഷങ്ങൾക്ക് മുമ്പ് എൽസിനും അതുപോലെ ഡാർസിനും ഹ്യൂമൻ കിങ്ഡത്തിലെ അഡ്വഞ്ചർ ആവാൻ വേണ്ടി അനുമതി നൽകി. ഇപ്പോൾ അവർ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിലെ പല ആൾക്കാരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ എലനോറിൽ നിന്നും അതുപോലെ ഡാർവിൽ നിന്നുമുള്ള കുട്ടികൾ നമ്മുടെ സൈറസ് അക്കാദമിയിൽ ചേർന്നു. ഇനി എല്ലാവർക്കും സുഹൃത്തുക്കളാകാം.
നമ്മുടെ പഴയ ശത്രുതകളൊക്കെ നമ്മളിനി മറക്കണം. ഇതെല്ലാം നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ്. ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. സോ ബ്ലെയിൻ ഗ്ലേഡറിൻ്റെ സ്പീച്ചിന് ശേഷം നമ്മുടെ എലനോർ കിൻഡത്തിലെ രാജാവ് പറയുന്നുണ്ട്, അതെ, ബ്ലെയിൻ ഗ്ലേഡർ പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. നമ്മുടെ ഹോംലാൻഡ് ആയിട്ടുള്ള ഡിക്കാത്തനിൽ പല നിഗൂഢമായ സ്ഥലങ്ങളുണ്ട്. ആർക്കും ഇതുവരെയും എക്സ്പ്ലോർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഹോംലാൻഡിലുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിക്കാത്തൻ ഭൂഖണ്ഡത്തിന് പുറത്തായിട്ട് വേറൊരു ഭൂഖണ്ഡം കൂടി ഉണ്ട്. സോ ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും അമ്പരന്ന് പോകുന്നുണ്ട്. വേറൊരു ഭൂഖണ്ഡോ, എന്തിവർ പറയുന്നത്? സോ അപ്പോൾ നമ്മുടെ റെയ്നോൾഡ് അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, അവർ നമ്മളുടെ ശത്രുക്കളാണോ? സോ അപ്പോൾ നമ്മുടെ ആർത്തർ അവൻ്റെ മൈൻഡിൽ ചിന്തിക്കുന്നുണ്ട്, എനിക്കറിയായിരുന്നു ഇവരെല്ലാവരും ഇങ്ങനെ തന്നെ പ്രതികരിക്കുമെന്ന്. സോ അപ്പോൾ എലനോർ കിൻഡത്തിലെ രാജാവ് പറയുന്നുണ്ട്, എല്ലാവരും കുറച്ച് നേരത്തേക്ക് നിശബ്ദത പാലിക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്, പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. നമ്മുടെ ഭൂഖണ്ഡത്തിന് പുറത്ത് വേറൊരു ഭൂഖണ്ഡമുണ്ട്. അവിടെ വേറൊരു ലോകമുണ്ട്. ആ ലോകത്തിൽ നിരവധി അപകട സാധ്യതകളുമുണ്ട്. ആ ഭൂഖണ്ഡത്തിലുള്ള ആളുകൾ നമ്മുടെ ഭൂഖണ്ഡത്തെ നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നമ്മുടെ ഭൂഖണ്ഡത്തിലേക്ക് വരാൻ പറ്റിയ ടെക്നോളജീസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ആ ഭൂഖണ്ഡത്തിലേക്ക് പോകാൻ പറ്റിയ ടെക്നോളജീസ് നമ്മുടെ കയ്യിലുമില്ല. സോ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണ്. നമുക്ക് വീണ്ടും വീണ്ടും തമ്മിൽ പോരാടേണ്ട കാര്യമില്ല. സോ അപ്പോൾ ഡാർവ് കിൻഡത്തിലെ രാജാവ് പറയുന്നുണ്ട്, അതെ, അൾഡുയിൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. നമ്മൾ തമ്മിൽ ശത്രുതകൾ ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ജനിച്ചത് ഡിക്കാത്തൻ എന്ന ഈ ഭൂഖണ്ഡത്തിലാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കണം. സോ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും കൈയടിക്കുന്നുണ്ട്. സോ അവർക്കും ഈ ആശയം നല്ലതുപോലെ തോന്നിയിട്ടുണ്ട്. സോ ഈ ജനങ്ങളുടെ മനസ്സിലും ഇപ്പോൾ അവർ, അതായത് എൽഫ്സും അതുപോലെ ഡാർസിനോടുള്ള ഒരു ശത്രുതയും അല്ലെങ്കിൽ ഒരു ബിസിനസ് പങ്കാളിയായിട്ടാണ് കണ്ടിരുന്നത്. സോ അതൊക്കെ മാറിയിട്ട് ഇവരെല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് നിൽക്കാൻ പോവുകയാണ്. സോ അപ്പോൾ ഡിക്കാത്തൻ കിൻഡത്തിലെ രാജാവ് പറയുന്നുണ്ട്, 3 ജാതികളും ചേർന്ന് മുന്നോട്ട് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ ഇന്ന് നാം 6 പേരെ തിരഞ്ഞെടുക്കുന്നു. ഈ 6 പേരും ധീരത, ബുദ്ധി, ശക്തി എന്നിവ കൊണ്ട് മുന്നിലാണ്. ഈ 6 പേർ ഡിക്കാത്തിൻ ഭൂഖണ്ഡത്തിൻ്റെ സുരക്ഷയ്ക്കായി ജോലി ചെയ്യും. ഇവരെ നമ്മൾ 6 ലാൻസസ് എന്ന് വിളിക്കും. ഇവരെല്ലാവരും ഡിക്കാത്തിൻ്റെ സുരക്ഷയ്ക്കായി പ്രതിജ്ഞ ചെയ്യും. ഈ 6 പേരും നമ്മുടെ ഭാവി സംരക്ഷിക്കും. സോ അപ്പോൾ അവിടേക്ക് ഒരാൾ വന്നിട്ട് നമ്മുടെ രാജാവിന് ഒരു പെട്ടി കൊടുക്കുന്നുണ്ട്. സോ ആ പെട്ടിക്കകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 റിങ്സ് ആണ്. സോ ഈ 6 റിങ്സ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 6 ലാൻസസ്, അതായത് ഈ 6 പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു ആദര സൂചകമായിട്ട് കൊടുക്കാനുള്ള റിങ്സ് ആണ്. സോ ആ റിങ്സിൽ നിന്ന് ഒരു റിങ് എടുത്തുകൊണ്ട് നമ്മുടെ ഡാർവ് കിൻഡത്തിലെ രാജാവ് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. സോ ഇവളുടെ പേരാണ് ആലിയ ട്രിസ്കാൻ. സോ ഇവളുടെ രൂപമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും ഇവളൊരു എൽഫാണ്. സോ അതിനുശേഷം വേറൊരു റിങ് എടുത്തുകൊണ്ട് വേറൊരു പെൺകുട്ടി കൊടുക്കുന്നുണ്ട്. സോ ഇവളുടെ പേരാണ് വറൈ ഔറിയ. സോ ഇവളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇവളൊരു എൽഫാണെന്ന കാര്യം. സോ അതിനുശേഷം വേറൊരു റിങ് എടുത്തുകൊണ്ട് വേറൊരാൾ കൊടുക്കുന്നുണ്ട്. സോ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഓൾഫ്രെഡ് വെറൈൻറ്റ്. നല്ല പേര്. സോ ഇയാളെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇയാളൊരു ഡാർഫാണെന്നുള്ള കാര്യം. സോ ഇപ്പോൾ ഈ 6 പേരിൽ 3 പേര് വന്നു. അതിൽ 2 പേര് എൽസ്, ഒരാൾ ഡാർഫ്. സോ അതിനുശേഷം വേറൊരു റിങ് എടുത്തുകൊണ്ട് വേറൊരു പെൺകുട്ടി കൊടുക്കുന്നുണ്ട്. സോ ഇവളുടെ പേരാണ് അയ ഗ്രിഫിൻ. സോ ഇവളുടെ ചെവി അതുപോലെ മുഖം കണ്ടാൽ മനസ്സിലാകും ഇവളൊരു എൽഫാണെന്ന കാര്യം. സോ അതിനുശേഷം വേറൊരു പെൺകുട്ടി കൊടുക്കുന്നുണ്ട്. ഇവളുടെ പേരാണ് മിക്ക എർത്ത് ബോൺ. സോ ഇവളുടെ പേര് എർത്ത് ബോണിലുണ്ട് ഇവളൊരു ഡാർഫാന്നുള്ള ഒരു ഇത്. സോ അടുത്തതായിട്ട് ഒരു റിങ് എടുത്തുകൊണ്ട് ഒരു പേര് വിളിക്കുന്നുണ്ട്, ബൈറോൺ വൈക്സ്. സോ ഈ പേര് നമ്മളവിടെ കേട്ടിട്ടുണ്ട്. സോ നമ്മുടെ ലൂക്കാസ് വൈക്സിൻ്റെ ഒരു ബന്ധുവായിരിക്കാം ഇയാൾ. സോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇയാളും ഒരു എൽഫാണെന്നുള്ള കാര്യം. അപ്പോൾ ഈ പേര് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ എലീജ കിട്ടുന്നുണ്ട്. എന്തിപ്പോൾ പറഞ്ഞേ, വൈക്സ് എന്നാണോ? ഇവന് ലൂക്കാസ് വൈക്സിൻ്റെ ആരെങ്കിലും ആണോ? സോ അപ്പോൾ ബ്ലെയിൻ ഗ്ലേഡർ പറയുന്നുണ്ട്, ഈ 6 പേർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ സ്ഥാനത്ത് ഒരിക്കലും എത്താൻ പറ്റും. പക്ഷേ നിങ്ങളതിനു വേണ്ടി കഠിനമായി പ്രയത്നിക്കണം. ആകാശം പോലും ഇവർക്ക് പരിധിയല്ല എന്ന് നമ്മുടെ രാജാവ് പറയുന്നുണ്ട്. സോ അതിനുശേഷം
പോപ്പർ പോലത്തെ കുറേ സാധനങ്ങൾ പൊട്ടിച്ചിട്ട് ആ 6 പേരെയും അഭിവാദ്യം ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അവരെല്ലാവരും ജനങ്ങളെ നോക്കി സല്യൂട്ട് അടിക്കുന്നുണ്ട്. സോ അതിൽ നമ്മുടെ ലൂക്കാസിൻ്റെ ഏട്ടനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ആർത്തർ നിൽക്കുന്നുണ്ട്. സോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ലൂക്കാസിൻ്റെ ഹൗസ്, അതായത് വൈറ്റ്സ് ഹൗസിലെ തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള ആളാണ് ഇവൻ്റെ ഏട്ടൻ. ഈ ലൂക്കാസിൻ്റെ ഏട്ടനെ പറ്റി കുറേ ഹൈപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സിലൊക്കെ. സോ എന്താവും ഈ ക്യാരക്ടർ എന്ന് കാണാൻ നമ്മൾ കൂടുതൽ കാത്തിരിക്കേണ്ടതുണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 82ാമത്തെ ചാപ്റ്റർ കഴിയാണ്. സോ ഗൈസ്, നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഞാൻ വീഡിയോ ഇടാത്ത സമയത്ത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു. സോ ആ കമൻറ്റ്സിനൊന്നും ഞാൻ റിപ്ലൈ തന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരികയാണെങ്കിൽ എന്തായാലും ഒരു കള്ള പറയത്തുള്ളൂ. അതായത് നാളെ മറ്റന്നാളെ പറഞ്ഞിട്ട് അതിനായിട്ട് അല്ലേ പറയാതിരിക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാതിരുന്നത്. സോ ഇനി എന്തായാലും നമ്മൾ ഒരു ബ്രേക്ക് ഇല്ലാതെ ഈ ചാപ്റ്റർ അവസാനിപ്പിച്ചിരിക്കും. പിന്നെ ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. ആബ്സല്യൂട്ട് എനിമി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. സോ ഇനി എന്നാണ് വീഡിയോ ഇടുക അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ആ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. സോ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും കാണാം.